ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഒരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. ഞാനും കണ്ണേട്ടനും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് നല്ല പച്ച മാങ്ങ കിട്ടി. സാധാരണ ഉണ്ടല്ലോ നമ്മൾ മാങ്ങ നോക്കുമ്പം പച്ചമാങ്ങ എടുക്കാൻ പോലും ചിലപ്പോൾ ഇങ്ങനെ ഞെങ്ങ് കൊള്ളുന്ന മാങ്ങയൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് നല്ല പച്ചമാങ്ങയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് കുറച്ച് പച്ചമാങ്ങ ചമ്മന്തി ആക്കിയാലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട ഓംലെറ്റും കൂടെ ആയാലോ, സൂപ്പറായിരിക്കും അല്ലേ? എന്നാൽ പിന്നെ ഒരു മുട്ട ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ ചമ്മന്തിയും മുട്ട ഓംലെറ്റും ഒക്കെ ഉള്ള കോമ്പിനേഷൻ ഇഷ്ടമാണോ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അല്ലേ? നമ്മുടെ ലവലോലിക്ക അച്ചാറൊക്കെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത മാങ്ങയോ നാരങ്ങയോ എന്തെങ്കിലും വാങ്ങിച്ച് അച്ചാറിടണം. അച്ചാറിടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുണ്ടല്ലോ ഓംലെറ്റ് ശരിക്കും സെപ്പറേറ്റ് ഉണ്ടാക്കുന്നില്ല. എല്ലാവർക്കും കൂടെ ഒരു വലിയൊരു ഓംലെറ്റ് അങ്ങ് ഉണ്ടാക്കാം. എന്നിട്ടത് മുറിച്ചെടുക്കാമല്ലോ. അപ്പം നല്ല പോലെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഞെവിടി ചേർത്ത് അതിനകത്ത് കുറച്ച് തേങ്ങ തിരികിയതൊക്കെ ഇട്ട് മുട്ടയൊഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക കേട്ടോ. ഇനി നന്നായിട്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന്. എന്നിട്ട് ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകൊന്ന് തൂക്കി കൊടുക്കും കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, ഈ മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോഴുള്ളൂ ഇത് നല്ല പഫി ആയിട്ട് കിട്ടും കേട്ടോ. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇതും ഒരു ചമ്മന്തിയും ഉണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട ഫുഡ് കഴിക്കാൻ അല്ലേ? പക്ഷേ നമുക്കിന്ന് ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറച്ച് കുഞ്ഞു കറികളൊക്കെ ഉണ്ട്. ചെറിയ കറികൾ, വലിയ സ്പെഷ്യലൊന്നും അല്ല. നമുക്കിന്ന് ചോറിന് നല്ല പുളിശ്ശേരിയുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ട്, പിന്നെ ദേ ഇരിക്കുന്ന നമ്മുടെ സൂപ്പർ ചമ്മന്തി, നമ്മുടെ മാങ്ങാ ചമ്മന്തി തേങ്ങ കൂട്ടി അരച്ചത്, പിന്നെ നമ്മുടെ അടിപൊളി മുട്ട ഓംലെറ്റും. നിറയെ കുരുമുളക് തൂകിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷനോ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറിക്കിട്ടും. പിന്നെ കണ്ടോ ബീട്രൂട്ട് തോരനും ഉണ്ട്. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ചോറിലേക്ക് പുളിശ്ശേരി ഒഴിച്ച് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മാങ്ങാ ചമ്മന്തി വെച്ചു. പിന്നെ നമ്മുടെ ഉണക്കമീനെ മാറ്റി നിർത്താൻ പറ്റുമോ? അപ്പോൾ 1-2 ഉണക്കമീൻ എടുത്ത് പാത്രത്തിലേക്ക് വെച്ചു. പിന്നെ കുറച്ച് മുട്ട ഓംലെറ്റും പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ കഴിക്കുവാണേ. ഇതിൽ ഒരു കറി പോലും ഒരുപാട് സമയമെടുത്തുണ്ടാക്കിയ കറിയില്ലല്ലേ. എല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കറിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റല്ലേ. ഈ കുഞ്ഞു കറികൾ കൂട്ടിക്കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല കേട്ടോ, കണ്ണേട്ടനും ഇങ്ങനത്തെ കറികളുടെ ഫാനാണേ. പിന്നുണ്ടല്ലോ കുട്ടികൾ 2 പേരും ഒരു മടിയും കൂടാതെ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. സാധാരണ അങ്ങനെയല്ല, ഒരു മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാറ്. ഇന്ന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവർക്കും ഈ കറിയൊക്കെ ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ചമ്മന്തി കല്ലിലരച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. സത്യത്തിൽ എത്രയോ നാളുകളായി കല്ലിലരച്ച് ചമ്മന്തി കഴിച്ചിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കല്ലിലരച്ചെന്ന് മനസ്സിൽ സങ്കല്പിച്ച് മിക്സിയിലരച്ച് കഴിക്കുക. ഇപ്പം നാട്ടിലായാലും എവിടെയായാലും എൻ്റെയൊക്കെ കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ ചമ്മന്തി എന്ന് വെച്ചാൽ കല്ലിലേ അരയ്ക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്നും ആരും വീട്ടിൽ കല്ലൊന്നും ഉപയോഗിക്കാറേ ഇല്ല അല്ലേ. അതൊക്കെ ഒരു കാലം. അപ്പോൾ എന്താ നിങ്ങളുടെ വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ ശരി, ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.